Okay, Google. Go rocket go. Launching first rocket. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവർ ഓണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു റോക്കറ്റാണ്. അപ്പോൾ ഈ റോക്കറ്റ് നമ്മൾ തിരികൊളുത്താൻ പോവാണ്. അപ്പോൾ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ നോഡ് MCU എന്ന് പറഞ്ഞ ഈ ബോർഡിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് നമുക്ക് ലോകത്ത് എവിടെ നിന്നും എന്തും കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായി ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് കയറി കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ റോക്കറ്റിന് തിരികൊളുത്താൻ പോവാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ തിരികൊളുത്താനായിട്ട് നമ്മൾ ഇതിന്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി സെക്യൂർ ആണ്. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പ്രോജക്റ്റിന് നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രധാന ഘടകമായ നോഡ് MCU, പിന്നെ ആവശ്യമുള്ളത് റിലേ മൊഡ്യൂളാണ്. ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഇതുപോലത്തെ 3 മൊഡ്യൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 3 റോക്കറ്റ്സ് ഒരേ സമയം ഇഗ്നേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നിക്രോം വയറാണ്. നമുക്കറിയാവുന്നതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ചൂടാകുന്ന ഒരു വയറാണ് നിക്രോം വയർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് റോക്കറ്റിൻ്റെ തിരി കൊളുത്തുന്നത്. പിന്നെ നമ്മൾ ഈ നിക്രോം വയർ ചൂടാക്കുന്നതിന് വേണ്ടി 18650 എന്ന് പറയുന്ന ഈ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ നോഡ് MCUയിലേക്കുള്ള പവർ സപ്ലൈ ആയി ഇതുപോലൊരു മൊബൈൽ ചാർജറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ നോഡ് MCU ഉപയോഗിച്ച് ചെയ്ത ഗേറ്റ് ലൈറ്റ്സ് ഓൺ ആക്കുന്ന വീഡിയോയിലെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതിൽ അഡീഷണലി 2 റിലേ കൂടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ചാർജറിൽ നിന്ന് USB കേബിൾ എടുത്ത് നമ്മുടെ നോഡ് MCU ബോർഡിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം നോഡ് MCU നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കണം. പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മുടെ 3 റിലേയിലേക്കും 3 നിക്രോം വയറുകൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഉപയോഗിച്ച്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. ഏത് റിലേ ആണോ ഓൺ ആകുന്നത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള നിക്രോം വയർ ചൂടാവുകയും അതുമായി ടച്ച് ചെയ്തിരിക്കുന്ന റോക്കറ്റിൻ്റെ തിരി കത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ IFTTT വഴി കുറച്ച് ഗൂഗിൾ കമാൻഡ്സ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ മുൻപ് നോഡ് MCU വെച്ച് ചെയ്ത ഗേറ്റ് ലൈറ്റ്സ് ഓൺ ആകുന്ന വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൂഗിൾ, ലോഞ്ച് ഓൾ റോക്കറ്റ്സ്. Launching all rockets. Okay Google, launch all rockets one by one. Launching all the rockets one after another. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റോക്കറ്റിന് ഒരു ലോഞ്ച് പാഡ് ഉണ്ടാക്കണം. അതിന് ഞാൻ ഇതുപോലെ ഒരു മരത്തടിയിൽ 3 PVC പൈപ്പ് ഉറപ്പിക്കുകയാണ്. ഇനി നമുക്കിതിൽ റോക്കറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ ഗൂഗിൾ, ലോഞ്ച് റോക്കറ്റ്. Okay Google, Go rocket go. Launching first rocket. Okay Google, launch all rocket one by one. Launching all the rockets one after another. Oh.
Okay, Google. Launch all rockets. Launching all rockets. Okay, Google. Go rocket go. Yes. Launching first rocket. അപ്പോൾ ഇന്നത്തെ റോക്കറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ട പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. കുട്ടികളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.